എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിഫ്റ്റി നമ്മൾ ഇന്നലെ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇന്നലത്തെ ഹൈയുടെ മുകളിൽ പോയിട്ട് ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. അത് അതുപോലെ ഇറങ്ങുകയും ചെയ്തു. നിഫ്റ്റിയുടെ നോക്കിയാൽ നമുക്ക് ഏകദേശം ഈ പ്രീവിയസ് ഡേ ഹൈയുടെ അവിടെ നിന്ന് ഏകദേശം ഒരു 90 പോയിന്റ് താഴോട്ട് ഈ നിഫ്റ്റിയെ തന്നിട്ടുണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റി ആയിരുന്നു ഇന്ന് നല്ലതായിട്ട് വീക്കായിട്ടിരുന്നത്. അത് ഓപ്പണിംഗ് ഡൗണ്, അതിനുശേഷം CPRന്റെ ഹയർ ലെവലിൽ പോയി ടച്ച് ചെയ്തു. പിന്നെ കണ്ടിന്യൂസ് ഇറക്കമായിരുന്നു. നല്ലൊരു പ്രോഫിറ്റ് ബാങ്ക് നിഫ്റ്റിയിൽ ഓപ്ഷൻ ചെയ്യുന്നവർക്കൊക്കെ, പുട്ട് ഓപ്ഷൻ എടുക്കുന്നവർക്ക് നല്ല പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ടായിരുന്നു. ഇപ്പം ഈ ദിവസങ്ങളിൽ ഈ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഒക്കെ ഒരു ഹെവി മൂവ്മെന്റ് അപ്പിലോട്ട് നടത്താൻ ചാൻസ് കുറവാണ്. എൻ്റെ ഒരു കാൽക്കുലേഷനാണ്. ഒന്നുകിൽ കുറച്ച് അപ്പിൽ പോവും, പിന്നെ തിരിച്ചിറങ്ങി വരും. അങ്ങനെ ഒരു ഹെവി മൂവ്മെന്റ് പ്രതീക്ഷിക്കരുത്. പുതുതായിട്ട് ട്രേഡ് എടുക്കുന്ന ആൾക്കാർ, ബ്രേക്ക് ഒക്കെ നോക്കി ട്രേഡ് എടുക്കുന്ന ആൾക്കാർ ബ്രേക്ക് നോക്കിയെടുക്കുന്ന ഷെയർസിൽ കൃത്യമായിട്ട് സ്റ്റോപ്പ് ലോസ് യൂസ് ചെയ്യണം. അല്ലെങ്കിൽ ചിലപ്പോൾ ഹെവി ലോസിലേക്ക് പോകാൻ ചാൻസ് കൂടുതലാണ്. സ്വിംഗ് ട്രേഡ് ചെയ്യുന്നവർക്ക് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസത്തെ ട്രേഡിങ്ങിന് വേണ്ടി നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്തിരുന്ന ഷെയറുകൾ നോക്കാം. നമ്മൾ ഏകദേശം ഒരു 10-12 ഷെയർ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് ഒരു നാലഞ്ചല്ല അതിൽ കൂടുതൽ ചാൻസ് തന്നെന്ന് തോന്നുന്നു. ഈ ഡയമണ്ട് YD, പിന്നെ SRH, പോളി, ENIL, റഫെക്സിനകത്ത് ചാൻസ് ഉണ്ടായിരുന്നു, ഗോപാലിനകത്ത് ചാൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഈ പ്രിസം ജോൺസിനകത്ത് എങ്ങനെയാണ് നല്ല ചാൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞ ഈ റേഞ്ചിന് മുകളിൽ പോയതിനു ശേഷം ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് കിട്ടുമെന്ന് പറഞ്ഞു. അത് നല്ല ഹെവി ചാൻസ് അത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം 4 ഷെയർ നമുക്ക് നോക്കാം. പ്രിസം ജോൺസൺ, പ്രിസം ജോൺസൺ 221 ഹൈ. അല്ലാൻ്റെ സെൻട്രൽ CPR ഇതല്ലേ, സെൻട്രൽ CPRന്റെ മുകളിൽ പോയിട്ട് ഇടായി ഇറങ്ങി. നമ്മൾ ഇതിന് താഴോട്ട് ഇറങ്ങുവാണെങ്കിൽ എൻട്രി എടുക്കാൻ പറ്റും. ഇവിടെ 221 റേഞ്ച് എൻട്രി എടുത്താൽ നമുക്ക് 203 17 രൂപ പ്രോഫിറ്റ് ആ ഷെയറിൽ കിട്ടിയേനെ. എടുത്തവർക്കൊക്കെ നല്ല പ്രോഫിറ്റ് കിട്ടിയേനെ. അതുപോലെ ഡയമണ്ട് YD, പ്രതാപ് സ്നാക്സ് ഓപ്പണിങ്ങിൽ വന്നിട്ട് ഇവിടെ നോക്കിയാൽ അറിയാം. ആ CPR ഹൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം. CPRന്റെ മുകളിൽ ഇവിടം വരെ ഓപ്പണിംഗ് ഒരു ഹെവി മൂവ്മെന്റ് അപ്പിലോട്ട് പോയിട്ട് താഴോട്ട് ഇറങ്ങി. അപ്പോൾ നമുക്കിവിടെ ഇവിടെ കട്ട് ചെയ്യും. R1 കട്ട് ചെയ്തായിട്ട് ഇവിടെ നമ്മൾ 1108 റേഞ്ചിലൊക്കെ ഒരു എൻട്രി എടുത്താൽ 1005 100 രൂപ താഴെ പോയ ഷെയർ നല്ല രീതിയിൽ ഡൗൺ ട്രെൻഡിൽ പോയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഗോപാൽ സ്നാക്സ് എന്ന് പറയുന്ന ഷെയർ, അതും ഓപ്പണിങ്ങിൽ പ്രീവിയസ് ഡേ ഹൈയുടെ മുകളിൽ ഓപ്പണായി നേരെ പോയി R1 R2 അടിച്ചിട്ട് ഇറങ്ങി. ഇവിടെ ഒരു എൻട്രി എടുത്താൽ 431 എടുത്താൽ നമുക്ക് 417 13 രൂപ പ്രോഫിറ്റ്. അതിനുശേഷം വീണ്ടും പോയി ഹൈ അടിച്ചു, വീണ്ടും ഇറങ്ങി. നമ്മൾ വീണ്ടും ഇവിടെ ഒരു എൻട്രി എടുത്താൽ 431 എടുത്താൽ വീണ്ടും അവിടെ 15-16 പോയിന്റ് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. നല്ല 2 പ്രാവശ്യം നല്ല എൻട്രി അവിടെ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് റെഫെക്സ് എന്ന് പറയുന്ന, പക്ഷേ റെഫെക്സ് ചാൻസ് നല്ലൊരു പ്രോഫിറ്റ് ഒക്കെ തന്നിട്ട് തിരിച്ച് കയറിപ്പോയി. നമ്മളിവിടെ നോക്കിയ റെഫെക്സിനകത്ത് പ്രീവിയസ് ഡേ ഹൈയുടെ ഇവിടെ ഈ ക്യാൻഡലിന്റെ വിക്ക് നോക്കാം. ഇവിടം വരെ ഇവിടെ നമ്മൾ 547 എൻട്രി എടുത്താൽ നമുക്ക് 5 മിനിറ്റ് കൊണ്ട് 521. അപ്പോൾ ഒരു 25-26 രൂപ പ്രോഫിറ്റ് ഒറ്റയടിക്ക് 5 മിനിറ്റ് ഉണ്ട്. പിന്നെ ശേഷം പോയിട്ട് വീണ്ടും പോയി R1ന്റെ മുകളിൽ പോയിട്ട് തിരിച്ചറിയും. ഇവിടെ നമ്മൾ എടുത്താൽ 548 എടുത്താൽ നമുക്ക് 539. വീണ്ടും ഇവിടെ പോയി 47 എടുത്താൽ വീണ്ടും 539. 2 പ്രാവശ്യം വീണ്ടും 10 രൂപ. പിന്നെ ലാസ്റ്റ് മുകളിലോട്ട് കയറിപ്പോയി. നല്ല ഹെവി മൂവ്മെന്റ് ആണ് ഈ ഷെയറിനകത്തൊക്കെ നമുക്ക് തന്നിട്ടുള്ളത്. നമുക്കപ്പോൾ ഇനി തിങ്കളാഴ്ചത്തേന് നമുക്ക് എടുത്തു വച്ചേക്കുന്ന ഷെയറുകൾ നോക്കാം. തിങ്കളാഴ്ചത്തേന് നമ്മൾ 15 ഷെയർ എടുത്തിട്ടുണ്ട്. 15 ഷെയർ. അപ്പോൾ
ആ 15 ഷെയറിൽ നമുക്ക് എന്തായാലും ഒരു 5-6 ഷെയർ നല്ല ചാൻസ് കിട്ടും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട ഈ പാൾഡർ ടെക്നോളജി ഈ ഷെയർ 20% അപ്പർ സർക്യൂട്ടാണ്. അപ്പോൾ ഈ ഷെയർ ഈ R2 വന്നിട്ട് തിരിച്ചിറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് നമുക്ക് പ്രതീക്ഷിക്കാം ഈ ഷെയറിനകത്ത്. R1 വന്നാലും എടുക്കാം, പക്ഷേ ഒത്തിരി നേരം വെച്ചുകൊണ്ടിരിക്കരുത്. ഈ R2 ഓപ്പണിങ്ങിൽ തന്നെ വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് ആയിരിക്കും ഇതിനകത്ത്. അതുപോലെ അൽപ്പാലാബ് എന്ന് പറയുന്ന ഈ ഷെയറിനകത്ത് ഈ R1 വന്നിട്ട് ഇറങ്ങുവാണെങ്കിൽ ചാൻസ് എടുക്കാം. R2 വന്നിട്ട് ഓപ്പണിംഗ് ഒരു ഹെവി മൂവ്മെന്റ് R2 മുകളിലോട്ട് പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും ഈ ഷെയറിനകത്ത്. സീക്വൻറ്റിനകത്ത് R1 പ്രീവിയസ് ഡേ ഹൈ ഒക്കെ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ഹ്യൂബക് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞ ഈ ഷെയർ 600 മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ ആ സമയത്ത് നമുക്ക് എൻട്രി എടുക്കാം. 602, 603 റേഞ്ചിലൊരു എൻട്രി ഹൈ അടിച്ചിട്ട് 600 താഴോട്ട് അടിച്ചാൽ 600 താഴോട്ട് വരുമ്പോൾ എൻട്രി എടുക്കാം. അതല്ലെങ്കിൽ വീക്കാണെങ്കിൽ 589 താഴോട്ട് വരുമ്പോഴും നമുക്ക് ചാൻസ് എടുക്കാം. റെഫെക്സ് അടുത്ത ദിവസം എനിക്ക് തോന്നുന്നു ഇതിനകത്ത് നല്ലൊരു ചാൻസ് കിട്ടാൻ സാധ്യത കൂടുതലാണ്. 600 അടിച്ചിട്ട് ഈ 595 താഴോട്ട് ഇറങ്ങിയ വൺ സൈഡ് മൂവ്മെന്റ് താഴോട്ട് വരുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പം എന്തായാലും ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. റെഫെക്സ് എന്ന് പറയുന്ന ഷെയറെ മെഡിക്കാമോ അതുപോലെ R1 റേഞ്ചിന് മുകളിൽ പോയതിനു ശേഷം R1 റേഞ്ചിന് താഴെ ഇറങ്ങി 600 താഴെ പോയെങ്കിൽ നല്ലൊരു ഡൗൺ ട്രെൻഡ് പ്രതീക്ഷിക്കാം. സാക്സ് സോഫ്റ്റ് 300 മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ എൻട്രി എടുക്കുക. 300 താഴെ ഒരു പ്രാവശ്യം എൻട്രി എടുക്കുക. അന്നേരത്തെ ഹൈയുടെ മുകളിൽ വെച്ചിട്ട് R2 പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും താഴോട്ട് ഇറങ്ങാൻ. നോക്കുക ഷെയർ. KPIനകത്ത് വോളിയം കുറവാണ്, സൂക്ഷിച്ച് ചെയ്യുക. ഈ ഷെയർ ഓപ്പണിങ് അഥവാ ഡൗൺ എങ്ങാനും പോയിട്ടുണ്ടെങ്കിൽ ഈ ഷെയർ ആവറേജ് ശ്രദ്ധിച്ച് 1387. ഇത് ഞാൻ പ്രത്യേകം നോട്ട് ചെയ്തിടുക. ഈ ഷെയർ ഇത് 1385 പിവോട്ട്. ഈ ഓപ്പണിങ്ങിൽ ഒറ്റയടിക്കാണ് ഇത് താഴോട്ട് വന്ന് ഈ 85 ഒക്കെ വന്നിട്ട് 85 ടച്ച് ചെയ്യാതെ താഴോട്ട് ഇറങ്ങിയിട്ട് തിരിച്ച് കയറി ഇതിന് മുകളിലോട്ട് കയറി എന്നാൽ ചിലപ്പോൾ വൺ സൈഡ് മൂവ്മെന്റ് അപ്പിലോട്ട് കിട്ടും ഈ ഷെയറിനകത്ത്. KPIനകത്ത് ഈ ലെവൽ വേണമെങ്കിലും വരാം. അടുപ്പിച്ചെടുക്കുന്നതാണ് ചിലപ്പോൾ മാർക്കറ്റ് ഡൗൺ ആണെങ്കിൽ ഓപ്പണിങ് ചിലപ്പോൾ ഈ റേഞ്ച് തന്നിട്ട് ഈ റേഞ്ചിന് ഇവിടെ വന്നാൽ ഈ റേഞ്ചിന് മുകളിലോട്ട് കയറുമ്പോൾ എടുക്കേണ്ട. ഈ 1385 മുകളിലോട്ട് കയറുവാണെങ്കിൽ ചാൻസ് എടുക്കണം. ചാൻസ് എടുത്താൽ ചിലപ്പോൾ നല്ല രീതിയിൽ മുകളിലോട്ട് കയറിപ്പോകാൻ ചാൻസ് ഉണ്ട്. ബൈയിങ് ചാൻസ് അതിനകത്തുണ്ട്. ന്യൂജൻ എന്ന് പറയുന്ന ഷെയർ R1 അടിച്ചതിന് ശേഷം ഈ പ്രീവിയസ് ഡേ ഹൈയും ബ്രേക്കായി താഴോട്ട് വരുവാണെങ്കിൽ നല്ലൊരു ചാൻസ് താഴോട്ട് പ്രതീക്ഷിക്കുക ഈ ഷെയറിനകത്ത്. പ്രാജ് ഇൻഡസ്ട്രീസ് നോക്കുക. R1 ഹൈയും തമ്മിൽ അടുത്തടുത്ത് 5 രൂപയുടെ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഈ രണ്ട് ലെവലും പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് ആയിരിക്കും. അതല്ല ഹെവി മൂവ്മെന്റ് ഉണ്ടെങ്കിൽ ഈ R2 ഇറങ്ങുവാണെങ്കിൽ ചാൻസ് നല്ലതായിട്ട് കിട്ടാൻ സാധ്യത കൂടുതലാണ്. എക്സൈഡ് R1 R2 റേഞ്ചിൽ നിന്ന് തിരിയുവാണെങ്കിൽ ഏത് റേഞ്ചിൽ നിന്ന് ഫസ്റ്റ് തിരിയുന്ന അവിടെ നിന്ന് എൻട്രി എടുത്താൽ നല്ലൊരു ചാൻസ് പ്രതീക്ഷിക്കാം. എക്സൈഡ് ബ്രിഗേഡ് എന്ന് പറയുന്ന ഷെയർ ഓപ്പണിങ് നല്ലൊരു ഹെവി മൂവ്മെന്റ് കിട്ടി ഈ R2 പോയതിനു ശേഷം ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് ആയിരിക്കാം. R1 മുകളിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ എടുക്കാം, പക്ഷെ അധികം നേരം വെച്ചോണ്ടിരിക്കരുത്. JM ഫൈനാൻഷ്യലിന്റെ മൂവ്മെന്റ് എനിക്ക് ഇന്നത്തെ മൂവ്മെന്റ് ഉണ്ട്, അത് വീക്കായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഈ ഷെയർ ഈ ആവറേജ് നിന്ന് ഒരു ചാൻസ് താഴോട്ട് തരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക ഈ ഷെയർ. പിന്നീട് കോഫോർജിന്റെ ആവറേജ് ഉണ്ടല്ലേ 7033 ക്ലോസിങ് 6935. ഓപ്പണിങ്ങിൽ ഒരു ഒറ്റയടിക്ക് കാണാം 7000 മുകളിൽ കയറി ഈ റേഞ്ചിന് മുകളിൽ പോയതിന് ശേഷം തിരിച്ചിറങ്ങിയ അന്നേരം എൻട്രി എടുക്കാം. പക്ഷെങ്കിൽ അത് വേറൊരു പ്രോബ്ലം, ഈ ഹൈയും R1 ഹെവി മൂവ്മെന്റ് ഉള്ള ഷെയർ ഈ രണ്ട് ലെവലും ഒരു പ്രാവശ്യം ബ്രേക്ക് ആയിട്ട് ഇറങ്ങാം. അങ്ങനെ ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് അവിടെ പ്രതീക്ഷിക്കാം. KPR മില്ലും വീക്ക്നെസ് ആണ് കാണിക്കുന്നത്. ഇന്നത്തെ മൂവ്മെന്റ് വീക്ക്നെസ് കാണിക്കുന്ന ഷെയർ ഇത് ഈ 3 ഷെയർ. അപ്പം ഈ 3 ഷെയർ ആവറേജിന് മുകളിൽ പോയിട്ട് ആവറേജ് താഴെ പോവുകയാണെങ്കിൽ നല്ലൊരു ചാൻസ് പ്രതീക്ഷിക്കാം. അതല്ല മൂവ്മെന്റ് ഹൈലോട്ട് കിട്ടുന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഡേ ഹൈ വന്നൊക്കെ ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും ഈ ലാസ്റ്റിലത്തെ 3 ഷെയർസിന്. ഓക്കെ,
അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നോക്കിയിരുന്ന് നമ്മൾ നല്ല രീതിയിൽ നോക്കിയിരുന്ന് എടുക്കുവാണെങ്കിൽ നമുക്ക് കറക്റ്റ് റേഞ്ച് വന്ന് ചാൻസ് കിട്ടുമ്പോൾ എടുക്കുക. പിന്നെ അതിൻ്റെ അനുസരിച്ച് മാർക്കറ്റിൽ നമ്മുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് വീണ്ടും ചെയ്യാം. പക്ഷേങ്കിൽ റിസ്ക് എപ്പോഴും ലിമിറ്റഡ് ആയിരിക്കണം. ഇപ്പം എൻ്റെ കൂടെ ഇരുന്ന് ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ട്, പലരും വന്ന് എൻ്റെ കൂടെ ഇരുന്ന് ട്രേഡ് ചെയ്യണം. അവരോടെല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് അങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അവർക്ക് കൂടെ ഇരുന്ന് എൻ്റെ കൂടെ ഇരുന്ന് ചെയ്യുമ്പോൾ ഒരു കോൺഫിഡൻസ് കിട്ടാറുണ്ട്. ചിലർക്ക് അത് പിന്നീട് അത് ഒരു സക്സസ് ആയിട്ട് മാറുകയും ചെയ്യാറുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുവാണെങ്കിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. ഇൻട്രാഡേയിൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റും, യാതൊരു സംശയമില്ല ആ കാര്യത്തിൽ. അപ്പോൾ തിങ്കളാഴ്ച എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.